ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി ഒരു പോസ്റ്ററാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഒരു ചെറിയ പോസ്റ്ററാണ് ഇന്ന് ഞാനിവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ PNG ഫയലും അതേപോലെ തന്നെ ഇതിൻ്റെ PLP ഫയലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫയൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിവിടെ ഉപയോഗിക്കുന്ന സൈറ്റ് clean.png എന്ന വെബ്സൈറ്റ് വഴിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇമേജസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഇമേജ് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അതങ്ങനെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ശേഷം നമുക്ക് 2-3 കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ PNG ഫയലും ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്, നോൺ കോപ്പി റൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇത് കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇനി അടുത്തതും കൂടി വേണം. അപ്പോൾ അതിന് മുമ്പായിട്ട് മറ്റൊരു PNG ഫയലൂടെ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ശേഷം നമുക്ക് നേരെ pixelLabൽ കാണാം. ഓക്കെ, ഞാനിവിടെ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇനി നേരെ ഞാൻ pixelLab ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, അതിന് മുമ്പായി ഞാൻ ഇവിടെ ഒരു നമ്മുടെ PLP ഫയൽ ഇവിടെ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതേ PLP ഫയൽ തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാടധികം PLP ഫയൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ വഴി ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ബർഗർ ഷോപ്പിൻ്റെ ഒരു പോസ്റ്റർ രീതിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചാണ് നേരത്തെ നമ്മുടെ ക്രിസ്മസ് കാർഡും ഉണ്ടാക്കിയത്, ഈ പോസ്റ്ററും ഉണ്ടാക്കിയത് ഇത് ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഇറേസ് ചെയ്ത് കളയാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ ആവശ്യം. ഓക്കെ, ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഫയൽസ് എല്ലാം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രം ഗാലറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ദിസ് വീക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ ഫയലും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്ത് ആ ഫയലൊന്ന് എടുക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് തെളിച്ചം കുറവാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതിന് കട്ടി കൂട്ടാൻ നോക്കാം, അന്നേരം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്ട്രോക്ക് എന്ന ഭാഗം കൊടുത്തു. ശേഷം നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് കൊടുത്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, വൈറ്റ് ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ വൈറ്റ് കൊടുക്കുകയാണ്. ഏകദേശം 4ൽ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ സെൻറ്റർ ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രം ഗാലറിയിൽ തന്നെ പോകുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഫയലുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ഒരു ജസ്റ്റ് ഒരു ടൈമറിൻ്റെ ഐക്കണാണ്. ജസ്റ്റ് നമുക്ക് ഈ ഒരു PNG ഫയൽ നമുക്കൊരു സൈഡ് ഒരു കോർണറിൽ കൊണ്ടുവച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ കൊടുത്തു. പക്ഷേ ഞാൻ കുറച്ച് ഫയലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഗിഫ്റ്റിൻ്റെയൊക്കെ ഒരു ഐക്കണൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഈ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് നമുക്കിനി ബാക്കിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ ഫയലെടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പുറകിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ ഗിഫ്റ്റിൻ്റെ ആ ഒരു ഐക്കൺ അതിൻ്റെ പുറകിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, സെൻറ്ററിലേക്ക് ഈ അലൈൻ ചെയ്ത് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ താഴെ വന്നിട്ട് നമുക്കിതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സെൻറ്ററിൽ തന്നെ വരും. ഓക്കെ, ഏകദേശം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് ഈ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സേവ് ആസ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ PNG അല്ല ഇവിടെ നമുക്ക് വേണ്ടത് JPG ആണ്. അപ്പം JPG തന്നെ കൊടുക്കുക. ശേഷം കസ്റ്റം എന്നുള്ള ഭാഗത്ത് അൾട്ര എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സേവ് ടു ഗാലറി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ക്വാളിറ്റിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്കിതിൻ്റെ എത്ര MB വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഏകദേശം 2.8 MB വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു സൈസായിട്ടുള്ള ഫയലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.